ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും മേക്കപ്പ് പാക്സും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും വർക്ക് ചെയ്യുമോ അതോ ജസ്റ്റ് ഫേക്ക് ആണോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ വൈറലായിട്ടുള്ള മേക്കപ്പ് ടെക്നിക്സ് ഒക്കെ ഒന്ന് എൻ്റെ ചാനലിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു സീരീസ് പോലെ കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലഷ് ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ എടുത്ത് നന്നായി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് നന്നായി നല്ലൊരു ഈവൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ട്രെൻഡിങ് വീഡിയോയിൽ എന്താ കാണിച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ബ്ലഷ് ഇടുന്നത്. ബ്ലഷിന് പകരം അവർ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ചീക്സിൻ്റെ ഭാഗത്തും നോസുമ്മയായിട്ട് നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അത്ര അധികം അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഈ ട്രെൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ്. കാരണം നമുക്ക് വെറുതെ അവർ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഓവർ ബ്ലഷ് ആവും. നമ്മൾ അത്ര ഹെവി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തു. എനിക്ക് കുറച്ച് കുറവാന്ന് തോന്നിയ കാരണം ഞാൻ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റിങ്ങിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, അപ്പോൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കൺസീലർ എടുത്തിട്ട് നമുക്ക് കൺസീൽ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ഈ കൺസീലർ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഷിലേക്ക് കൂടുതൽ ആവാണ്ട് നോക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം നന്നായി കൺസീൽ ചെയ്തെടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൺസീൽ ചെയ്തെടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലഷിൻ്റെ അവിടേക്ക് തൊടാണ്ട് നോക്കുക. കാരണം അതും വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ ആ ഒരു പിങ്ക് കളർ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ലിപ്സ്റ്റിക്കാണ്, അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു കോൺടോറിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കോൺടോർ പാലറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ നോർമൽ ഞാൻ കോൺടോർ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലിക്വിഡ് കോൺടോറാണ്, പൗഡർ യൂസ് ചെയ്യരുത്. കാരണം നമ്മളിതിപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ട് പൗഡർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലിക്വിഡ് പ്രോഡക്ട്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്ത ബ്ലഷിൻ്റെ ഭാഗത്തും നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാത്ത ഭാഗങ്ങളും കോൺടോർ ചെയ്യാത്ത ഭാഗത്തും മാത്രം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി പാറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള ഭാഗത്ത് പാറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ആ ബ്ലഷിൻ്റെ ഭാഗത്തേക്ക് പോവുക. കാരണം ഓൾറെഡി നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പഞ്ചിൽ പോരും. നമ്മൾ സ്പെഷ്യലി സ്പഞ്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പഞ്ചുമേക്ക് പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ പിങ്ക് കളർ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോൾ അത് വേണ്ടാത്തവർക്കാണെങ്കിൽ ഇത് ജസ്റ്റ് ലാസ്റ്റായിട്ട് വേണം ആ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല ഈവൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ലാക്മേയുടെ ലൂസ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റിങ്ങിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നോർമൽ ലൈറ്റിങ്ങിലൊക്കെ പുറത്ത് പോകുമ്പോഴും ഇത് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലുക്കാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല തീരെ വർക്ക് ചെയ്യുന്നു. കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിയേർഡായിട്ടാണ് തോന്നാറ്. നോർമലി ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്നാണ് തോന്നാറ്. ബട്ട് ആക്ച്വലി ഈ ഹാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഓവറായിട്ട് അപ്ലൈ ചെയ്യേണ്ടിരുന്നാൽ മതി. ഒരു ലൈറ്റ് എമൗണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല നോർമൽ ലൈറ്റിങ്ങിലൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഷുഗറിന് കോൺടോർ പാലറ്റ് വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മേക്കപ്പ്. ഞാൻ ജസ്റ്റ് ഐ മേക്കപ്പ് ഒന്ന് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓഫ് ക്യാമറ. പിന്നെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ലുക്കായിട്ടുണ്ട്. നാച്ചുറൽ ഫിനിഷ് പോലെ ഉണ്ട്. ഇപ്പോൾ നോർമൽ ലൈറ്റിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ നോർമലി അവർ അപ്ലൈ ചെയ്യുന്ന അത്ര ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ അതൊക്കെ മതി. അതിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതേപോലത്തെ കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.